മലയാളികളെ പ്രിയപ്പെട്ട കോംബോയാണ് ബേസിൽ ജോസഫും ടൊവിനോ തോമസും. ഇരുവരും ഒന്നിച്ചെത്തുമ്പോഴൊക്കെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. ടൊവിനോയുടെ കരിയറിലെ നിർണായക വിജയങ്ങളായ കോതയും മിന്നൽ മുരളിയും ഒരുക്കിയത് ബേസിലുമാണ്. നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു. ഓഫ് സ്ക്രീനിലും മലയാളികൾ ആഘോഷിക്കുന്ന സൗഹൃദമാണ് ബേസിലിൻ്റെയും ടൊവിനോയുടെയും. ആ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ വൻ ഹിറ്റായിരുന്നു മിന്നൽ മുരളി. കോവിഡ് കാലത്തായിരുന്നു മിന്നൽ മുരളിയുടെ ചിത്രീകരണവും റിലീസും. മിന്നൽ മുരളിയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ രസകരമായ അനുഭവം പങ്കിടുകയാണ് ബേസിൽ ഇപ്പോൾ. മിന്നൽ മുരളിയിൽ ടൊവിനോ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. മുണ്ട് തലയിലൂടെ ഇട്ട് മുഖം മറച്ചു വരുന്ന സീനായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ സൈഡിലൂടെ ഓടിച്ചാടി വീണ് പോലീസുകാരെ ഇടിച്ചിട്ട് സാധനം എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു ഷൂട്ട്. കോവിഡ് സമയത്തായിരുന്നു ഷൂട്ട്. നിയന്ത്രണങ്ങൾ കാരണം കുറച്ചുപേർ മാത്രമേ അനുമതിയുള്ളായിരുന്നു. ടെസ്റ്റൊക്കെ നടത്തിയാണ് അനുമതി വാങ്ങിയെന്ന് ബേസിൽ പറയുന്നു. ഷൂട്ട് ചെയ്യുന്നതിനിടെ പുറത്തൊരു പ്രശ്നമുണ്ടായി. ഷൂട്ട് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ആളുകൾ വന്നു. ഷട്ടറിൽ അടച്ച് പ്രതിഷേധിച്ചു. ആ സമയം സൂപ്പർ ഹീറോ ലാൻഡ് ചെയ്യുന്ന സീനെടുക്കുകയായിരുന്നു. ഷൂട്ട് വേഗത്തിൽ പൂർത്തിയായി. മുന്നിലൂടെ പോകാൻ കഴിയുന്നതിനാൽ പിന്നിലൂടെയാണ് പോയത്. ടൊവിനോ ലുങ്കി തലയിലിട്ടാണ് പോയത്. ഈ സംഭവം വീഡിയോയിലൂടെ പതിഞ്ഞു. പിന്നെ വരുന്ന ക്യാപ്ഷൻ കോവിഡിന്റെ അനധികൃതമായ ഷൂട്ട്. ടൊവിനോ തോമസ് തലയിൽ മുണ്ടിട്ട് ഓടിയെന്നായിരുന്നു എന്നും ബേസിൽ പറയുന്നു. അതേസമയം ബേസിലും ടൊവിനോയും പ്രധാന വേഷത്തിലെന്ന പുതിയ ചിത്രം തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനിടെയാണ് ഇരുവരും ഒരുമിക്കുന്ന ചിത്രം. ചിത്രത്തിൽ ബേസിലിന്റെ വില്ലനായി ടൊവിനോ എത്തുന്നു. പ്രിയ ഷിബുവാണ് ചിത്രത്തിലെ നായിക. വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലുണ്ട്. മെയ് 14 ചിത്രം തിയേറ്ററിലെത്തും.